വക്രദൃഷ്ടി തുടരുന്നു. യുവജനോത്സവ വേദിയിൽ പോലും മുഖ്യമന്ത്രി പിണറായി BJPയെ ആക്രമിച്ചതിലാണ് കുമ്മനത്തിന് പരാതി. പക്ഷെ പിണറായി BJP എന്ന് ഉച്ചരിച്ചിട്ടേയില്ല. കലയെന്നും കലാകാരനെന്നും അസഹിഷ്ണുത എന്നും കമൽ എന്നും MD എന്നെല്ലാം പറഞ്ഞു. ഉദ്ദേശിച്ചത് എന്നെ തന്നെയെന്ന് കുമ്മനവും. സമൂഹത്തിൻ്റെ പുരോഗതിക്ക്, പുരോഗമന മുന്നേറ്റങ്ങൾക്ക് എന്നും ചാലകശക്തിയായി നിൽക്കുന്നവരാണ് കലാകാരന്മാരും എഴുത്തുകാരും. എന്നാൽ അത്തരം സമീപനങ്ങൾ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന കാലം കൂടിയാണിത്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. സാംസ്കാരിക പരിപാടിയായിരുന്നാലും സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിലായിരുന്നാലും കേരളത്തിലെ മന്ത്രിമാരും കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാവരും വിമർശിക്കുന്നതും എതിർക്കുന്നതും എല്ലാം ഭാരതീയ ജനതാ പാർട്ടിയാണ്. തങ്ങൾക്ക് ഹിതകരമല്ലാത്ത സൃഷ്ടികൾ നടത്തുന്ന ചിത്രകാരനും ചലച്ചിത്രകാരനും രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുന്നതും നാം കാണുകയാണ്. ഇന്നലെ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ പോലും മുഖ്യമന്ത്രി ഭാരതീയ ജനതാ പാർട്ടിയെ ആക്രമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചു. ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ അസഹിഷ്ണുതയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. തങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത പാട്ടുകാരനെ ഇവിടെ പാടാൻ അനുവദിക്കില്ല എന്നാക്രോശിക്കുന്നതും നാം കാണുകയാണ്. ഫാസിസത്തിൻ്റെ പിൻവാതിൽ പ്രവേശനം ഇതിൻ്റെ എല്ലാം പിന്നിൽ അടങ്ങിയിരിക്കുന്നുവെന്നതും നാം ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ കോൺഗ്രസ് ആയിരുന്നാലും അവരുടെ മുഖ്യശത്രു BJP ആണെന്ന് പറയുമ്പോൾ, CPM അവരുടെ മുഖ്യശത്രു BJP ആണെന്ന് പറയുമ്പോൾ, ഇന്ന് കേരളത്തിൽ ജനമനസ്സുകളെ കീഴടക്കിക്കൊണ്ട് ഉദിച്ച് വളർന്ന് വികസിച്ച് പടർന്ന് പന്തലിച്ച് ഇന്ന് ജനങ്ങളുടെ മുഴുവൻ പിന്തുണ ആർജിച്ച ഏറ്റവും വലിയൊരു മുന്നേറ്റമായി, ജനകീയ സംരംഭമായി ഭാരതീയ ജനതാ പാർട്ടി തീർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചലച്ചിത്രകാരനായ കമൽ ഉൾപ്പെടെ പലരും ഈ ഭീഷണികളെ നേരിടുന്നു. ആദരണീയനായ MT അടക്കം ആക്ഷേപിക്കാൻ തയ്യാറാകുന്നു. പിണറായിയുടെ ഭരണം തമ്പ്രാൻ ഭരണമാണ്. അവർ വരുമ്പത്ത് കൂലി കൊടുക്കുന്നുണ്ടാണ്. ആ പഴയകാല വ്യവസ്ഥിതിയെ വീണ്ടും നമ്മുടെ രംഗത്തേക്ക് കൊണ്ടുവന്ന് അവർ ഇന്ന് കേരളം അടക്കി വാഴുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം തടയുന്നവർക്കെതിരെയുള്ള മറുപടി എല്ലാ സർഗാവിഷ്കാരങ്ങളും കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ഉച്ചത്തിൽ പ്രകടിപ്പിക്കുക എന്നതാണ്. അക്രമ രാഷ്ട്രീയത്തിലൂടെയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJPയെ നേരിടുന്നതെങ്കിൽ അതൊരിക്കലും കേരളത്തിലെ ജനത വെച്ചുപൊറുപ്പിക്കില്ല, സമ്മതിക്കില്ല. കാരണം പരിഷ്കൃത സമൂഹമാണ് കേരളം. അയ്യേ, പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. വക്രദൃഷ്ടിയിൽ വീണ്ടും ഒരു ഇടവേള. CK പത്മനാഭൻ ചെഗുവേര വേഷത്തിൽ. ചെഗുവേരയുടെ ബൊളീവിയൻ ഡയറി അത് വായിക്കേണ്ടതാണ് വാസ്തവം. മെക്സിക്കോ, ക്യൂബ, ബൊളീവിയ, അർജന്റീന. Yeah!